चाहा बहुत कुछ जागा, दिल में कुछ सोचा, मैं हूँ रूप की रानी। लिखे पदाओं में तो गा के सुना हूँ गोरी, गोरी की है ये जिंदगानी। ये जवानी गली 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 गली, ये दीवानी गली 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 गली, ये जवानी ये दीवानी मजा दुम तन दुम तनक दिन दुम तन दिन. കലാ സാഹിത്യ രംഗത്ത് ശബ്ദം കൊണ്ടും വരികൾ കൊണ്ടും ഭാഷകൾ കൊണ്ടും കയ്യേറി മുദ്രകൾ പതിപ്പിച്ചു വന്ന നമ്മുടെ സ്വന്തം ഫൗസിയ അബൂബക്കറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. അധികമായി പഠിക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നത് ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ് അങ്ങനെയാണ്. വളരെ കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഷയാണ് നമ്മുടെ ഉറുദു. എങ്ങനെയാണ് ആ ഉറുദു ഭാഷയെ ഇഷ്ടപ്പെട്ടത്? ഉറുദു ഭാഷയെ ഇഷ്ടപ്പെടാൻ ആദ്യമേ തന്നെ കുഞ്ഞുനാളിലെ മുതൽ തന്നെ എനിക്ക് ഭാഷകളോട് വല്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ അടുത്തിരിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും അത് കേട്ടിരിക്കുക എന്നുള്ളതൊരു വല്ലാത്തൊരു ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടായിരുന്നു. അപ്പൊ അതെങ്ങനെ സംസാരിക്കും, അവര് പറയുന്ന പോലെ എനിക്കും സംസാരിക്കാൻ എന്നുള്ളൊരു ആഗ്രഹം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദി ഭാഷ ആണ് ആദ്യമായിട്ട് ഞാൻ ഹിന്ദി പഠിക്കാം, ഹിന്ദിയിൽ എഴുതണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വന്നപ്പോൾ ടി വിയിലെ സീരിയലുകളും സിനിമകളും പിന്നെ കൃഷി ദർശൻ വരെ ഞാൻ വിടാറില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്നിട്ട് അവർ പറയുന്നത് മനസ്സിലാക്കി എടുത്തിട്ട് ഞാൻ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ എഴുതി നോക്കി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഒമാനിലേക്ക്, ഹസ്ബൻഡിൻ്റെ കൂടെ ഒമാനിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് മകന് വേണ്ടിയിട്ട് സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹിന്ദി സോങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പം ഞാൻ വെറുതെ ഒന്ന് എഴുതി അവനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അവന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്ക് എഴുതാൻ പറ്റും, ഹിന്ദിയിലും എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പിന്നെ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ ആർക്കും കാണിക്കാതെ തന്നെ എഴുതി വെച്ച ഒരുപാട് വരികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഉറുദു എന്ന ഭാഷയിലേക്ക് ഞാൻ വരുന്നത്. അവിടുത്തെ പാകിസ്ഥാനികളൊക്കെ സംസാരിക്കുന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉറുദു സംസാരിക്കുമ്പം എനിക്ക് അപ്പം ഞാൻ അവിടുത്തെ ഉറുദു ചാനലുകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പം അതിൻ്റെ ഭാഷയ്ക്ക് വേറൊരു ഭംഗിയുണ്ട്, നമ്മുടെ ഹിന്ദിനേക്കാളും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പം വരികൾ എഴുതാൻ ഏറ്റവും ഭംഗിയുള്ള പോയറ്റിക് ഉറുദു പഠിച്ചെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ പോയത്. നമ്മളിങ്ങനെ എന്തിനെങ്കിലും പുറകെ പോയാൽ അത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുമെന്ന പോലെ അത് ഉറുദു കുറേശ്ശായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഉറുദു ഭാഷ പ്രത്യേകമായി പഠിക്കാൻ ഇല്ല, അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. അതിനൊരു സമയം നമുക്ക് കണ്ടെത്തപ്പോൾ ഒരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എൻ്റെ ഇഷ്ടത്തിനുള്ള ആ എഴുത്തിനുള്ളത് ഞാൻ പഠിച്ചു വെച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുക ഉറുദുവിൻ്റെ. അപ്പോൾ ഉറുദു പദ്യങ്ങൾ രചിച്ചിട്ടുണ്ട്? ചെറുതായിട്ട് ഇങ്ങനെ ഷെയറുകൾ ഇങ്ങനെ എഴുതി വെക്കും. ആ സമയത്ത് ഷെയറുകൾ എഴുതുന്നത് റഫീഖ് അഹമ്മദ് സാറിനെ ഞാൻ പരിചയപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് മലയാളം സിനിമ പാട്ടുകൾക്ക് അങ്ങനെയുള്ള ഗാനങ്ങൾ എൻ്റെ ട്യൂണിൽ തന്നെ ചെയ്തിട്ട് കമ്പോസ് ചെയ്ത് പിന്നെ നമ്മുടെ അഫ്സൽ ഉണ്ടല്ലോ, സിംഗർ അഫ്സലിന്റെ ബ്രദർ IM ഷക്കീർ ആയിരുന്നു. അദ്ദേഹം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അത് ഓർക്കസ്ട്ര ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാം ലൈവായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ സിത്താറിസ്റ്റ് കൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ റഫീഖ് അഹമ്മദ് സാറിനെ എന്തായാലും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ എഴുതുന്നതുകൊണ്ട് എൻ്റെ വരികൾ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് നമ്പർ തന്നു, ഞാൻ സാറിനെ വിളിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉറുദു വരികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. സാർ അത് കേൾക്കും, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാണ് ഒരിക്കൽ ഉണ്ണിയാർ സാറ് ചാർലി സിനിമ വന്ന സമയത്ത് റഫീഖ് അഹമ്മദ് സാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ആ പാട്ട് എഴുതിക്കുമ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ ബോളിവുഡിൽ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ചാർലിക്ക് പറയാനൊരു ഉറുദു ഇങ്ങനെ ഒരു ഷെയർ പോലത്തെ ഒരു ഡയലോഗ് അങ്ങനത്തെ ഒരു സാധനം വേണമെന്നുള്ളത്.
അപ്പൊ റഫീഖ് സാർ എന്നെ ഓർത്തു, പറഞ്ഞു വേണ്ട നമുക്ക് ഫൗസീനെ കൊണ്ട് എഴുതിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ട്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള കടന്നു വരവ്. അതെ, തീർച്ചയായിട്ടും ചാർലി സിനിമയിലേക്ക് അങ്ങനെ എത്തി ഞാൻ. അദ്ദേഹം ഒരു ചെറിയൊരു ഇത് തന്നു, എങ്ങനെയാണ് ചാർലിക്ക് വേണ്ടി നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു ചെറിയൊരു ഇത് തന്നപ്പോ ഞാനൊരെണ്ണം എഴുതി കൊടുത്തു. അപ്പൊ അവർക്ക് ഇഷ്ടായി. അതില് तेरी आंखों के खजाने में छुपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ഒളിച്ചിരിക്കുന്നു യാത്രക്കാരന്റെ കടൽ, പിന്നെ നിന്റെ ഹൃദയത്തിലെ ഖജനാവിൽ ആ കടലിലെ ഉപ്പ്. അതായിരുന്നു എഴുതിയത്. വരികൾക്ക് ഭയങ്കര തീവ്രമായ അർത്ഥവും അതില് ഒരു പ്രണയഭാവവും ഒളിഞ്ഞുണ്ട്. എപ്പോഴും വരികളിൽ പ്രണയം നിഴലിക്കാറുണ്ടോ? ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ സംഭവം പ്രണയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നമ്മളുടെ വരികളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു എഴുതാൻ തരുമ്പം നമുക്ക് എന്തായാലും ആ ഒരു പ്രണയഭാവം വരും. അത് എവിടെയെങ്കിലും ഒന്ന് തൊടും. പൂവച്ചാൽ ഖാദർ, ആ പേര് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ല, ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇല്ല, സിനിമകളിൽ ഞാൻ ഈ ഒരു സിനിമയിലാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളോടുള്ള ഇഷ്ടം പണ്ടേ മുതൽ കൊണ്ടു നടന്ന ഒരാളായിരുന്നു. പിന്നെ എന്റെ സഹോദരന്റെ ഒരു ഫ്രണ്ടായിരുന്നു, എന്റെ ജിലിൽ കാക്ക എന്ന് പറയുന്ന എന്റെ ഒരു ബ്രദർ ഉണ്ട്. ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഫാമിലി സപ്പോർട്ടായിരുന്നു. കലാകാരന്മാരാണ്. അതെ, എല്ലാവരും പാട്ടുപാടുകയും ഇതിനോട് കൂടുതൽ ഇഷ്ടങ്ങളൊക്കെ ഉള്ളതായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവിധ കലകളിലും ഉണ്ട്. ക്ലേ മോഡലിംഗ്, എല്ലാത്തിലും. ക്ലേ മോഡലിംഗിലൊക്കെ ചെന്ന് പെട്ടതാണ്. കാരണം എന്റെ ക്ലാസ്സില് അന്ന് ക്ലേ മോഡലിംഗ് ചെയ്യേണ്ട കുട്ടി ആബ്സെന്റ് ആയപ്പോ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് കയറേണ്ടി വന്നതാണ്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു, അത് സെലക്റ്റഡ് ആയി ഞാൻ സ്റ്റേറ്റ് ലെവലില് പോയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം പ്രതീക്ഷിക്കാതെ കണ്ട് കിട്ടുന്നതായിരുന്നു ഓരോ അവസരങ്ങളും. അതെ, കൂടുതലും അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴേക്കോ ആഗ്രഹിച്ചിരുന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ അത് മനസ്സിലാവുന്നുണ്ട്. സിനിമയിലൊക്കെ കയറണമെന്നുള്ളത് ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഇങ്ങനെ ഉള്ള ഒരു ഇഷ്ടം തന്നെയായിരുന്നു അത്. പക്ഷെ എങ്ങനെ എവിടെ എന്നുള്ളതൊന്നും അറിയാത്തൊരു സമയത്തായിരുന്നു ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കലകൾ, വാസനകളൊക്കെ നമുക്ക് അത് പുറത്തെടുക്കാൻ കഴിയാതെ ഒരു വിമിഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഞാനൊക്കെ അത് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്കൊരു പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റി. അല്ലാത്ത ഒരുപാട് പേര് ഇപ്പോഴും അതൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു പുറകിൽ ഇന്നും അറിയാതെ കണ്ട് ഒരുപാട് പേരുണ്ട്. വരയ്ക്കുന്നുണ്ട് ഇപ്പോഴും. കൊച്ചി മുസ്ലിസ് ബിനാലയില് മാസ്റ്റർ പ്രാക്ടീസ് സ്റ്റുഡിയോയില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മ്യൂറൽ വർക്കായിരുന്നു, അത് ഡാൻസിങ് വിനായകയായിരുന്നു. അപ്പോൾ മ്യൂറൽ ജനകീയമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അന്ന് റിയാസ് കോമോ, ബോസ് കൃഷ്ണമാചാരി അവരെല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അതിലെനിക്കൊരു അവസരം കിട്ടി. ഞാൻ എൻ്റെ വർക്കുകൾ അയച്ചു കൊടുത്തപ്പം അവർ സെലക്റ്റഡ് ആക്കിയിട്ട് മ്യൂറൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയിലെ അനുഭവങ്ങൾ? സിനിമയിലെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ അധികം ആരെയും കാണാറില്ല. ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അവരെ കാണുന്നുള്ളൂ. അവരെന്നെ ഫോണിൽ വിളിക്കും, മ്യൂസിക് തരും, പിന്നെ സിറ്റുവേഷനും പറഞ്ഞു തരും. ഈ വാട്സാപ്പിലുള്ള ഒരു ബന്ധം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ ഭംഗിയായിട്ട് എനിക്കതങ്ങ് അവര് വിചാരിക്കുന്ന ഒരു കാര്യം എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിലും അവര് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. അത് മ്യൂസിക് ഡയറക്ടേഴ്സിന് ആ മീറ്റർ കറക്റ്റ് വരണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്, എങ്കിലേ ആ പാട്ടിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ എഴുതാൻ എന്തുകൊണ്ടോ അവരുടെ ഇഷ്ടത്തിന് എഴുതി കൊടുക്കാൻ പഠിച്ചവൻ സഹായിച്ച് അങ്ങനെ സാധിച്ചു. വരികൾ എഴുതാൻ കൂടുതൽ എങ്ങനെയാണ്? ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടുള്ള എഴുതലാണോ അതോ? വരികൾ എഴുതാൻ എങ്ങും പോവാത്ത ഒരാളാണ് ഞാൻ. പോകില്ല. വീട്ടിലെ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച പണികൾക്കിടയിൽ ഭക്ഷണം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ക്ലീനിങ് ആവട്ടെ, ആ സമയത്ത്
സമയത്ത് എനിക്ക് വരുന്ന വരികൾക്ക് ഞാൻ പറയാം കുതിച്ചു ചാടി വരുന്ന പോലെ, നമുക്ക് ആ സമയത്ത് നല്ല തിരക്ക് പണിയായിരിക്കും. പക്ഷെ അത് അപ്പം എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു വരി ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വരുന്ന വരികൾ അപ്പം തന്നെ ഞാൻ എഴുതി വെക്കും. അത് ഏത് തിരക്കിലായാലും അങ്ങനെ നമുക്ക് വരി കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ ചിലപ്പം അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പൊ സിനിമയിൽ എഴുതാനാണെങ്കിൽ തന്നാലും കുറച്ച് സമയം എനിക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാന് കൂടുതൽ ഇഷ്ടം. അതിലേക്ക് അങ്ങനെ ഇരിക്കാറില്ല. അത് കഴിഞ്ഞാണ് ഞാൻ എഴുതുന്നത്. എങ്ങനെയപ്പോൾ ഒരു ദിവസം കല, കവിത എല്ലാം കൂടെ എങ്ങനെ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുന്നു? എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെ ഫൗസി എപ്പോഴാ നീ എഴുതുന്നേന്ന്. കാരണം എന്റെ വീട്ടിൽ അറിയുന്നില്ലല്ലോ, അവരാരും കാണുന്നില്ല ഞാൻ ഇതൊക്കെ എപ്പോ എഴുതി കൊടുക്കുന്നത്. അവര് കാണുന്നത് അവരുടെ വീട്ടില് ജോലി ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ നടക്കുന്ന ഒരു അമ്മയായിട്ടും ഭാര്യയായിട്ടും മാത്രമാണ്, ഒരു ഉമ്മുമ്മ കൂടിയാണ് ഞാന്. അപ്പൊ അവര് കാണുന്നത് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ്. പക്ഷെ ഞാൻ ആ ഒരു എന്റെ ആ എഴുത്തിൽ ഞാൻ അവരെ ഉൾപ്പെടുത്തുകയോ അല്ല അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറില്ല. കവിതകൾ ഒരുപാട് എഴുതി, അതൊരു പുസ്തകമായി മാറിയോ? മാറാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കവിത എഴുതിയത് പുസ്തകമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത്രയും ഒരു പുസ്തകം ചെയ്യുമ്പം എന്തായാലും നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ളവരാണ് വായനക്കാർ. അപ്പൊ അതിനനുസരിച്ചുള്ള കവിതകൾ ആയിട്ടില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യണം. അതിലുപരിയായിട്ട് ഒരു നോവൽ എഴുതണമെന്നുള്ള ആഗ്രഹമാണ് കൂടുതലുള്ളത്. അതിന്റെ അടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പ്രവേശിക്കാനുള്ള നമ്മളുടെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ആ ഭയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. പഠിച്ചതും ഒക്കെ എല്ലാം കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ്. ഉപ്പ ശരിക്കും കോതമംഗലം നെല്ലിക്കുഴി ഭാഗത്താണ്. ഞങ്ങൾ മണിയാട്ടുകുടി ഫാമിലിയാണ്. ഉപ്പയും ഉമ്മയും ബ്രദേഴ്സും എല്ലാവരും കോഴിക്കോട്ടേക്ക് പണ്ടേ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ മരക്കച്ചവടമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ശരി ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതാണ് മാമുക്കായ. മാഹിറാഹേ ബിബി ആയിഷ അമ്മി ആയിഷ ഖൈറാത്ത് അംഗേസ് യാദാശ് की मालिकी ബിബി ആയിഷ अम्मी आयशा इतनी कम उम्र में नबी की लगी हुई है आयशा 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 अम्मी आयशा.